കളഞ്ഞു. വജഅലൂ യദ്രിബൂനഹു, ഇവർ ഇദ്ദേഹത്തെ പുതിരെ തല്ലാനും തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, മാ ശഅ്നുക്കും, എന്താണ് നിങ്ങളുടെ വിഷയം, എന്താണ്, എന്തിനാണ് നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയ ഈ മൺകുടിൽ നിങ്ങൾ എന്തിനാണ് പൊളിച്ചു കളയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കാരണം അദ്ദേഹം നിരപരാധിയാണ്, ഈ പെണ്ണൊപ്പിച്ച വേലയാണത്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ അവസരത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവര് പറഞ്ഞു, സനൈത ബിഹാദിഹിൽ ബഗയ്യി ഫവലദത മിൻക, നീ പെണ്ണുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നിനക്ക് സന്താനമുണ്ടായിട്ടുണ്ട് അവളിൽ നിന്ന്. ഇദ്ദേഹം അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, അയിനസ്സബിയു, എവിടെയാണ് ആ കുട്ടി? ഫജാഊ ബിഹി, ഈ ജാരസന്താനത്തെയും കൊണ്ട് ഇവരെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. ഫജാഊ ബിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ കുഞ്ഞിനെയുമായി അവരെ കൊണ്ടുവന്നപ്പോ ഫഖാല, അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നു, ദഊനി ഹത്താ ഉസല്ലിയ, എനിക്ക് നിങ്ങളൊരു സാവകാശം തരണം, ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്റെ റബ്ബുമായൊരു അഭിമുഖ സംഭാഷണം നടത്തട്ടെ, അതിനുള്ള ഒരവസരം നിങ്ങൾ എനിക്ക് തരണം. ഫസല്ലാ, അദ്ദേഹം നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോ അത്തസ്സബിയ, ഈ കുഞ്ഞിനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ഫതഅന ഫീ ബത്നിഹി, ആ കുഞ്ഞിന്റെ വയറ്റിലൊന്നിങ്ങനെ ചെറുതായ നിലക്ക് കുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു ഈ കുഞ്ഞിനോട്, യാ ഗുലാം മൻ അബൂക്, മോനെ, ഹേ കുട്ടി, നിന്റെ ഉപ്പയാരാണ് മോനെ, നിന്റെ ഉപ്പയാരാണ്, ആരാണ് നിന്റെ പിതാവ്? ഖാലായി, അത്ഭുതകരമായി ഈ തൊട്ടിലിൽ കിടക്കാൻ പ്രായമുള്ള കൈക്കുഞ്ഞ് സംസാരിക്കുകയാണ്, ഫുലാനുൻ റാഈ, അതായി കാണുന്ന ഇടയനാണ്, ഇന്ന മനുഷ്യനാണ്. കുട്ടി സംസാരിച്ച 3 ചരിത്രമാണ് റസൂലുള്ള പറയുന്നത്. തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞായിരിക്കെ റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, ലം യതകല്ലം ഫിൽ മഹ്ദി ഇല്ലാ സലാസ, തൊട്ടിലിൽ കിടക്കുന്ന ശിശുപ്രായത്തിൽ 3 ആളുകൾ ഒഴികെ സംസാരിച്ചിട്ടില്ല. അതിലൊന്ന് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമാണ് സംസാരിച്ചത്. നമുക്ക് വിശദീകരണം ആവശ്യമില്ലാത്ത നിലക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചത്, ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ, എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. 2ാമത്തെ സംഭവമാണ് ഇത്. ജുറൈജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസാഹിബു ജുറൈജ് എന്ന റസൂലുള്ള പറയുന്നത്, ഈ ജുറൈജ് എന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇബാദത്തെടുത്തിരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പിഴപ്പിക്കാൻ വന്ന പെണ്ണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ചാർത്താൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കിയ ഈ വേല അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അല്ലാഹു തആല തെളിയിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു, ഇദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ദേഹത്തെ ചുംബിക്കാനും തൊട്ട് തലോടാനും ഒക്കെ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ പൊളിച്ചു കളഞ്ഞ ഈ മൺകുടിലിന് ബദലായി ഞങ്ങൾ സ്വർണം കൊണ്ട് നിങ്ങൾക്കൊരു കുടിൽ നിർമ്മിച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, നിങ്ങൾ എനിക്ക് ആ പഴയ മൺകുടിൽ തന്നെ തിരിച്ചു തന്നാൽ മതി. അങ്ങനെ അവരങ്ങനെ തന്നെ ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇവിടെ സുഹൃത്തുക്കളെ, ഒരു കേവലം ഒരു കഥ പറയലല്ല എന്റെ ഉദ്ദേശം. ഞാൻ ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇതിൽ അത്ഭുതകരങ്ങളായ ഒരു സംഭവം സംഭവിച്ചു. അതാ കുഞ്ഞ് സംസാരിച്ചതാണ്. അതും ഇവിടത്തെ വിഷയവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുന്ന ഈ വിശാലമായ കഥയിൽ, ഈ ചരിത്രത്തിൽ മഹാനായ ഒരു പണ്ഡിതൻ, അതല്ലെങ്കിൽ ഒരു ആരാധന നടത്തിയിരുന്ന ഒരു ആബിദായ ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ട ഉമ്മയുടെ വിളിക്ക് ഉത്തരം കേൾക്കാതെ അദ്ദേഹം നമസ്കാരത്തിലായതിന്റെ പേരിൽ പോലും ഉമ്മ വന്ന് വിളിച്ചപ്പോൾ ഉമ്മാക്ക് മറുപടി കൊടുക്കാതെ നിസ്കാരത്തിൽ തുടർന്നപ്പോ അത് സംബന്ധമായി പണ്ഡിതന്മാര് മസ്അല പറഞ്ഞിട്ടുണ്ട്. ഉമ്മ വിളിക്കുന്ന അവസരത്തിൽ നിസ്കാരത്തിലാണെങ്കിൽ പോലും ഉത്തരം പറയണോ വേണ്ടേ? പണ്ഡിതന്മാരതിന് മസ്അല പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഫർദ് നിസ്കാരത്തിലാണെങ്കിൽ അങ്ങനെ ഉത്തരം പറയേണ്ടതില്ല.
നിസ്കാരത്തിൽ തന്നെ തുടരണം. സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിൽ ഉമ്മയുടെ വിളിക്ക് ഉത്തരം ചെയ്യണം. ഇനി ഉത്തരം ചെയ്യാൻ കഴിയാത്ത നിലക്ക് ഉമ്മയെ അത് ധരിപ്പിക്കാൻ മറ്റേതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് തൊണ്ടയനക്കം മുഖേനയോ, അതല്ലെങ്കിൽ നാം അപ്പോൾ ഉമ്മയുടെ വിളി വന്ന അവസരത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അപ്പോൾ ഫാത്തിഹയാണ് ഓതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത്തിരി ഉച്ചത്തിലൊന്ന് ഓതുക. റുക്കോയിലാണെങ്കിൽ ആ ദിക്റൊന്ന് ഉച്ചത്തിലാക്കുക, സുജൂദിലാണെങ്കിൽ ആ ദിക്റൊന്ന് ഉച്ചത്തിലാക്കുക. അപ്പോൾ മനസ്സിലാകും എന്റെ മോൻ നമസ്കാരത്തിലാണ്, അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാത്തതെന്ന്. അതൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ, ആ വിളി കേട്ടിട്ട് അതിന് പ്രയാസമുണ്ടാകുന്നൊരവസരത്തിലാണെങ്കിൽ, സുന്നത്ത് നിസ്കാരം മുറിച്ചു കളഞ്ഞിട്ടാണെങ്കിലും ഉമ്മയ്ക്ക് ജവാബ് നൽകണം എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ആബിദായ ആരാധന നടത്തിയിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മഠത്തിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കെ ഒന്നാം ദിവസം പ്രയാസപ്പെട്ട് ഉമ്മ വന്നുകൊണ്ട് ജുറൈജ എന്ന് വിളിച്ചിട്ടുണ്ട്, ഉത്തരം നൽകിയിട്ടില്ല. രണ്ടാമത്തെ ദിവസവും വന്നിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ ദിവസവും ജുറൈജ എന്ന് വിളിച്ചപ്പോൾ മകൻ വിളി കേൾക്കാത്തതുകൊണ്ട് എന്താണ് സംഭവം എന്നൊന്നും അറിയാതെ മനസ്സ് അത്രയും വിഷമിച്ചുപോയി ആ ഉമ്മയുടെ മനസ്സ്. ആ ഉമ്മ അവിടെ വെച്ചുകൊണ്ട് നടത്തിയ ദുആ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ഒരൊറ്റ പോയിന്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചില കാര്യങ്ങൾ എന്ന് സംസാരിക്കാനുള്ളത്. അതല്ലാതെ ഈ ഒരു കേവലം ഈ ഒരു കഥ പറയലല്ല എന്റെ ഉദ്ദേശം. ആ ഉമ്മയുടെ പ്രാർത്ഥന എന്താ ഉമ്മ പ്രാർത്ഥിച്ചത്? എന്റെ മകനെ അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ യൻളുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. വേശ്യകളായ, അതല്ലെങ്കിൽ തെമ്മാടികളായ, തേവിടിശികളായ, ദുർവൃത്തകളായ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത് വരെ ഇവനെ മരിപ്പിക്കല്ല എന്ന് മനസ്സ് പൊട്ടിക്കൊണ്ട് ഒരു ഉമ്മയങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദനിച്ച മാതൃഹൃദയത്തിന്റെ പ്രാർത്ഥന ഉടനെ അല്ലാഹു കബൂലാക്കി. എന്താ ഉണ്ടായത്? ഈ സംഭവങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. ഈ മനുഷ്യൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല. എന്നാൽ ഈ ഉമ്മയുടെ പ്രാർത്ഥന കാരണമായി വ്യഭിചരിച്ചിട്ടില്ലെങ്കിലും ഇദ്ദേഹം വ്യഭിചാരിയാണെന്ന് കുറച്ചു സമയത്തേക്കെങ്കിലും ആ നാട്ടിൽ ഒരു വർത്തമാനമുണ്ടായില്ലേ? ഇദ്ദേഹത്തിന് അതൊരു അപമാനമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മഹനീയമായ അത്ഭുതം എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അള്ളാഹു തന്നെ തെളിയിച്ചു. പക്ഷേ ഈ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ആ ഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അധികം വൈകാതെ ഈ മനുഷ്യൻ കണ്ടല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നതിലൂടെ നമ്മളൊക്കെ ഒരു കാര്യം പഠിച്ചു വെക്കണം. ഉമ്മയുടെ പ്രാർത്ഥന അതെത്ര വലിയ വ്യക്തിക്കെതിരെയാണെങ്കിലും, അതെത്ര നല്ലവനായ മനുഷ്യനെതിരെയാണെങ്കിലും, പെറ്റ തള്ളയെ അപമാനിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പെറ്റ തള്ളയുടെ ആ മാതൃഹൃദയത്തെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് നൽകുന്നു. ശിക്ഷ ഒരു പക്ഷേ പരലോകത്ത് നിന്ന് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗമുണ്ട്. വരമ്പത്ത് നിന്ന് തന്നെ കൂലി കിട്ടുന്ന മഹാപാപമാകുന്നു ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കുക എന്നത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നൊരു പ്രയോഗവുമുണ്ട്. ചെയ്ത അതേ പ്രവർത്തനം കൊണ്ട് തന്നെ തിരിച്ചടി കിട്ടുക എന്നാണ് അതിന് പറയുന്നത്. അത് മാതാപിതാക്കളോടൊരാൾ അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൗതികമായ ലോകത്ത് അവന്റെ മക്കളിലൂടെ തന്നെ തിരിച്ചടി ഉണ്ടാകുന്നതിനാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമലി എന്നതുപോലെയുള്ള പ്രയോഗങ്ങൾ. ഏത് തെറ്റാണ് ചെയ്തതെങ്കിൽ അതേ രൂപത്തിലുള്ള തെറ്റിലൂടെ, പ്രവർത്തനത്തിലൂടെ തിരിച്ചടി ലഭിക്കുക. ഇവിടെ ഇതാ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരുന്ന ആ സംഭവത്തിൽ ഇവിടെ ഈ മകനെതിരെ ഈ മാതാവ് മനസ്സ് പൊട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുപോയി. നാം ഏറ്റവും ഭയപ്പെടേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഹുഖൂഖുണ്ട്. മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ കടമകൾ നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവർക്കൊരുപാട് അവകാശങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ആ അവകാശങ്ങൾക്കാണ് ഹുഖൂഖ് എന്ന് പറയുന്നത്.
ആ അവകാശങ്ങൾ ആരെങ്കിലും കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് സ്വർഗപ്രവേശം എളുപ്പമാണ്. അതേ അവസരത്തിൽ തന്നെ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേയുള്ളൂ അറബി ഭാഷാ പദപ്രയോഗത്തിൽ. ഹുഖൂഖ് എന്ന പ്രയോഗത്തിൽ ആദ്യത്തെ അക്ഷരത്തിന്റെ ഹ അങ്ങ് മാറിയിട്ട് ഉഖൂഖ് എന്ന് ഐനുച്ചരിച്ചുകൊണ്ട് പറഞ്ഞാൽ ആ പ്രവർത്തനം പിന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പദപ്രയോഗമാണ്. ഉഖൂഖ് ചെയ്തു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് പിന്നെ നരകത്തിലേക്ക് എളുപ്പമായി. നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടാൻ വരെ വളരെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ പെടുന്നതാണ്. മാതാപിതാക്കളോടുള്ള ഹക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. മാതാപിതാക്കളുടെ ഹക്കുകളെ ചവിട്ടിമരിച്ചുകൊണ്ട് അവരോട് ഉഖൂഖ് കാണിക്കുന്ന, അവരെ അവമതിക്കുന്ന, അപമാനിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ മുഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ എത്രയും പെട്ടെന്ന് നരകത്തിലേക്ക് തന്നെയാണ് പോക്ക്. അള്ളാഹുവിന്റെ ശാപമാണ് ഉണ്ടാകുന്നത്, അള്ളാഹുവിന്റെ കോപമാണ് ഉണ്ടാകുന്നത്. കത്തിയാളുന്ന നരകത്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്ന ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. ഉമ്മയെങ്ങാനും മനസ്സുപൊട്ടി നമുക്കെതിരെ വല്ലതും അല്ലാഹുവിനോട് പറഞ്ഞു പോയാൽ, നമ്മുടെ ഉപ്പയെങ്ങാനും മനസ്സുപൊട്ടി നമുക്കെതിരെ അള്ളാഹുവിനോട് വല്ലതും പറഞ്ഞു പോയാൽ, അത് ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കാതെ എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഈ ലോകത്തോട് വിട പറയാൻ കഴിയില്ല. പശ്ചാത്തപിക്കാത്തിടത്തോളം അള്ളാഹുവിന്റെ കോടതിയിൽ വേറെയും ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്ലാം നമ്മളോട് വളരെ കണിശമായി പറയുന്നു, മാതാപിതാക്കൾക്കുള്ള സ്ഥാനം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, ഉമ്മയോടും ഉപ്പയോടുമുള്ള ബഹുമാനങ്ങളിൽ 3 സ്ഥാനവും അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ച് തന്നത് ഉമ്മയോട് എന്നാണ്. ഏറ്റവും കൂടുതൽ നിന്റെ നല്ല സഹവാസത്തിന് നിനക്ക് കടപ്പാടുള്ളത് നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ്. പിന്നെ 4ാമതാണ് പറഞ്ഞത് നിന്റെ ഉപ്പയോട് എന്ന്. കാരണം ഉപ്പാക്ക് തീരെ പ്രയാസങ്ങളില്ലാത്ത, ഉമ്മ മാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഗർഭം ധരിച്ചുകൊണ്ടുള്ള ആ നടപ്പും, ആ അവസരത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ വയറ്റിലേറിക്കൊണ്ട് നടക്കുന്ന പ്രായത്തിൽ, ആ സന്ദർഭത്തിൽ ഒരു ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, അത് മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടും കഴിയില്ല. ഒരു പെണ്ണിനും അത് പകുത്തു കൊടുക്കാൻ കഴിയില്ല. അത് 100% ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനയാണ്. അതേപോലെ തന്നെ പ്രസവിക്കുമ്പോൾ ഒരു ഉമ്മ മരണസമാനമായ വേദന അനുഭവിക്കുന്നു. അതിൽ മറ്റൊരാൾക്ക് പങ്കില്ലല്ലോ. ആ വേദന മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കാനാവില്ലല്ലോ. അവർ തന്നെ സഹിക്കണ്ടേ. ഇനി അങ്ങോട്ട് വഹംലുഹു വഫിസാലുഹു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈ കുട്ടിയൊന്ന് മുല കുടിക്കുന്ന പ്രായം അവസാനിക്കുന്ന ഒരു 2 കൊല്ലത്തെ, ആദ്യത്തെ 2 കൊല്ലത്തെ ആ പരിപാലനത്തിന്റെ ബുദ്ധിമുട്ട് ഉമ്മയോളം ഒരാൾക്കും അനുഭവിക്കാൻ കഴിയില്ല. ഉമ്മക്ക് അത്രയും ആ വിഷയത്തിൽ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളെയും അവർ മാറ്റിവെക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും വലത് കൈയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് വായിലേക്ക് ഭക്ഷണം വെക്കുന്ന നേരത്താണ് സ്വന്തം മടിത്തട്ടിൽ ഈ കൈക്കുഞ്ഞ് വിസർജിച്ചതെങ്കിൽ പോലും ഒരറപ്പും ചെടിപ്പും വെറുപ്പുമില്ലാതെ ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ടത് തിന്നുന്നതിനിടക്ക് തന്നെ ഇടത് കൈ കൊണ്ട് വേണമെങ്കിൽ ആ വിസർജ്യം തുടക്കാൻ മടി കാണിക്കാത്ത നമ്മുടെ ഉമ്മയോളം ഒരു മനുഷ്യനോട് സ്നേഹമുള്ള മറ്റൊരു സൃഷ്ടി ആരാണുള്ളത്? അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മുക 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 3 തവണയും പറഞ്ഞത് നിന്റെ ഉമ്മയോട്, ഉമ്മയോട്, ഉമ്മയോട് എന്നാണ്. 4ാമതാണ് പറഞ്ഞത് അബൂക, നിന്റെ ഉപ്പ എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ നിലക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം അവർ സഹിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഹംലുഹു വഫിസാലുഹു എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അവരെ പ്രയാസത്തിന് മീതെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ആ ഉമ്മ ഗർഭം ചുമഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പെട്ടത് നമ്മുടെ ഉമ്മയോടാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടം ചിന്തിച്ചു നോക്കൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നാം ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്?
മാതാപിതാക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു ഉമ്മയും ഉപ്പയും നമ്മുടെ പണത്തെക്കാളേറെ, നാം കൊണ്ടുപോയി കൊടുക്കുന്ന ഭൗതിക ലോകത്തിലെ സുഖങ്ങളെക്കാളേറെ, സൗകര്യങ്ങളെക്കാളേറെ, നാം എടുത്തു കൊടുക്കുന്ന വീടിനേക്കാളേറെ, നാം ധരിപ്പിക്കുന്ന വസ്ത്രങ്ങളെക്കാളേറെ ഒരു പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അവരുടെ പുന്നാര മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആദരവാണ് സുഹൃത്തുക്കളെ, പരിഗണനയാണ് സഹോദരങ്ങളെ. ഒരു ഉമ്മാക്കും ഉപ്പാക്കും മക്കളിൽ നിന്ന് നഷ്ടപ്പെടുന്നതും ഇന്ന് അതാണ്. അവഗണിക്കപ്പെടുന്നു എന്ന തോന്നലാണ് ഉമ്മക്കും ഉപ്പക്കും ഇന്ന് ഏറെ അവരെ അലോസരപ്പെടുത്തുന്നത്. പ്രായമായി കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയും ഏറ്റവും